ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ സമയം നിയന്ത്രണം, ടൈം മാനേജ്മെൻറ്റ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് സമയം തന്നെയാണ്. പണം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും സമ്പാദിക്കാം, പക്ഷേ ഒരിക്കൽ നഷ്ടപ്പെട്ട സമയം തിരികെ ലഭിക്കില്ല. അതുകൊണ്ട് സമയം ശരിയായി ഉപയോഗിക്കാൻ പഠിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വലിയ വിജയത്തിന് വഴിയൊരുക്കുന്നു. ഇതാണ് സമയം നിയന്ത്രണം എന്ന് പറയുന്നത്. സമയം നിയന്ത്രണം എന്നത് നമുക്ക് ലഭിച്ച സമയത്തെ ശരിയായ രീതിയിൽ ക്രമീകരിച്ച് ആവശ്യമായ കാര്യങ്ങൾ സമയത്ത് പൂർത്തിയാക്കുക എന്നതാണ്. ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടാൻ സമയം നിയന്ത്രണം വളരെ പ്രധാനമാണ്. സമയത്തെ ശരിയായി ഉപയോഗിക്കുന്നവർക്ക് ജോലി, പഠനം, കുടുംബജീവിതം എന്നിവയെല്ലാം സമതുലിതമായി നയിക്കാൻ കഴിയും. സമയ നിയന്ത്രണം നേരിടാൻ ചില നല്ല ശീലങ്ങൾ ആവശ്യമുണ്ട്. ആദ്യം, ദിവസത്തിലെ പ്രധാനപ്പെട്ട ജോലികൾ മുൻകൂട്ടി തീരുമാനിക്കണം. ഒരു ദിവസത്തെ പദ്ധതി തയ്യാറാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് സമയം പാഴാകുന്നത് തടയും. രണ്ടാമതായി, അനാവശ്യ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് കുറയ്ക്കണം. അതായത് മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ തുടങ്ങിയ അധിക സമയം ചെലവഴിക്കുന്നത് അധിക സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കണം. മൂന്നാമതായി, ഓരോ ജോലിക്കും ഒരു നിശ്ചിത സമയം നിശ്ചയിച്ച് അത് പാലിക്കാൻ ശ്രമിക്കണം. സമയം നിയന്ത്രണം നമ്മെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുന്നു. ഇത് നമ്മുടെ പ്രവർത്തനക്ഷമതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. സമയത്തെ വില മതിക്കുന്നവരാണ് ജീവിതത്തിൽ കൂടുതൽ മുന്നേറുന്നത്. അതിനാൽ സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണെന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും ശരിയായി ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. സമയം നിയന്ത്രണം പാലിക്കുന്നവർക്ക് വിജയം, സമാധാനം, സന്തോഷം എന്നിവ ജീവിതത്തിൽ നേടാൻ കഴിയുമെന്ന് ഉറപ്പാണ്. അപ്പോൾ സമയത്തിൻ്റെ പ്രാധാന്യം, ജീവിതത്തിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അത് നമുക്ക് തിരികെ നേടിയെടുക്കാൻ പറ്റും. പക്ഷേ സമയം ഒരിക്കൽ കടന്നുപോയാൽ ആ സമയം ഒരിക്കലും തിരിച്ച് ലഭിക്കുകയില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക്
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലുള്ള ജ്ഞാനപ്രദമായ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളുമായി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ്